ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പട്ടികയിൽ ഉൾപ്പെടാത്തവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ നിയമപരമായി കമ്മീഷന് ബാധ്യതയില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞു. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തതിന്റെ കാരണം ബോധിപ്പിക്കാനും കമ്മീഷന് ബാധ്യതയില്ലെന്നും വിശദീകരണം. ശരത്ലാൽ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ശരത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കേരളത്തിലൊക്കെ എത്ര പേർ വോട്ട് ചെയ്യാറുണ്ട്? അത്രത്തോളം ആളുകളാണ് ബീഹാറിൽ നിന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നത്. വലിയ വിവാദങ്ങളാകുന്ന പശ്ചാത്തലത്തിൽ എന്തായാലും പുറത്തു പോകുന്നവരുടെ പട്ടിക സമർപ്പിക്കേണ്ട കാര്യമില്ല എന്ന നിലപാട് സുപ്രീം കോടതിയിൽ കൂടി പറയുകയാണ് കമ്മീഷൻ. രുചിഷെ, അതുപോലെ തന്നെ നാളെയാണ് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. ഈ SIR ബീഹാർ വോട്ടർ പട്ടിക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, അതായത് SIRനെതിരെ RJD, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ സമർപ്പിച്ച ഹർജിക്ക് മേൽ നൽകിയ നോട്ടീസിന് മറുപടിയായിട്ടാണ് ഈ വിശദമായ സത്യവാങ് സമർപ്പിച്ചിട്ടുള്ളത്. രാഷ്ട്രീയപരമായിട്ട് തന്നെ വളരെയധികം വിവാദമുണ്ടാക്കുന്ന ഒരു സത്യവാങ് ഇതെന്ന് പറയാൻ വയ്യ. ഇത് തന്നെയാണ് കോൺഗ്രസും മറ്റോ RJDയും ആവശ്യപ്പെട്ടത്. എത്ര പേര് ഈ SIR മൂലം എത്ര പേർ ഈ പട്ടികയിൽ നിന്ന് പുറത്താക്കി, ആ കണക്ക് വേണമെന്നാണ് അവർ നിരന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. സുപ്രീം കോടതിയിലും അത്തരമൊരു കണക്ക് സമർപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറില്ല എന്നത് വ്യക്തമാക്കുന്നതാണ് ഇന്നലെ സമർപ്പിച്ച ഈ വിശദമായ സത്യവാങ്. ഏതായാലും ഒരു കാര്യത്തിൽ നമുക്ക് വ്യക്തമായി പറയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരടി പുറകോട്ട് പോലും ഇല്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. SIRലും അതേപോലെ തന്നെ വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ള ഒരു ആരോപണങ്ങളിലേക്കും അല്ലെങ്കിൽ അതിലേക്കും ഭരണഘടനമായ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്തുകൊണ്ട് ഒരു തരത്തിലേക്കും പിറകോട്ട് പോവില്ല എന്നൊരു നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സത്യവാങ്ങിലൂടെ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കും. രുചീഷ്, ഏതായാലും ഇത് നാളെ അത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് കളമൊരുക്കും. നാളെ ഇന്ത്യ ബ്ലോക്ക് MPമാർ, അതായത് ഒന്നിച്ച് പാർലമെന്റിൽ നിന്ന് പ്രതിഷേധ മാർച്ചായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനമായ നിർവാചന സദനിലേക്ക് മാർച്ച് നടത്തുന്നത്. പാർലമെന്റിൽ നിന്ന് 1/2 കിലോമീറ്റർ മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷ പാർട്ടികൾ മുന്നിട്ടിറങ്ങുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് നാളെ കാണാൻ പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ് കൂടി നമ്മൾ കൂട്ടി വാങ്ങിക്കേണ്ടത്. രുചീഷ്, ഏതായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ തങ്ങൾ SIRൽ യാതൊരുവിധ പിറകോട്ട് പോക്കുമില്ല, അതേപോലെ തന്നെ പുറത്താക്കപ്പെട്ട വ്യക്തികളുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തങ്ങൾക്ക് ബാധ്യതയില്ലെന്നും വ്യക്തമാക്കുന്നവരുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന ഒരു സൂചന. രുചീഷ്, ശരി ശരത്ത്, എന്തായാലും 65 ലക്ഷത്തോളം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയിൽ ഇത്തരത്തിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. എന്തായാലും പുറത്തുപോയ ആളുകളെ സംബന്ധിച്ച് അത്തരത്തിലൊരു പട്ടിക പുറത്തിറക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് കമ്മീഷൻ അറിയിക്കുന്നത്.